ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു. അതിജീവിതയും രാഹുലും തമ്മിലുള്ള ശബ്ദരേഖകളുടെ പരിശോധന നടന്നു. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്നും പുരുഷ ശബ്ദം രാഹുലിന്റേത് തന്നെയാണെന്നും SIT ഉറപ്പിക്കുന്നു. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായി എല്ലാ ജില്ലകളിലും സംഘത്തെ രൂപീകരിക്കാൻ ADGP നിർദ്ദേശം നൽകി. ബുധനാഴ്ചയ്ക്ക് മുൻപ് അറസ്റ്റ് ഉണ്ടാകണം എന്നാണ് നിർദ്ദേശം. സുഹൃത്ത് ജോബി ജോസഫിനായും തിരച്ചിൽ ഊർജിതമാണ്. ദിസ്ന സുരേഷ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്ക് മുറുകുക തന്നെയാണ്. കാരണം ശബ്ദരേഖകളുടെയൊക്കെ പരിശോധനയിൽ നിന്ന് അത് രാഹുലിന്റെ ശബ്ദമാണ് എന്ന് തന്നെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അല്ലെ, ഇനി എത്രയും പെട്ടെന്ന് രാഹുലിനെ പിടികൂടുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് തന്നെയാണോ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്? തീർച്ചയായും രോഹിണി, രാഹുലിനെ പിടികൂടുക എന്ന ഒരു പ്രത്യേക നിർദ്ദേശം, കർശന നിർദ്ദേശമാണ് ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ എല്ലാ ജില്ലകളിലും സംഘം രൂപീകരിച്ച അത്തരത്തിലൊരു അന്വേഷണം നടത്തണമെന്നൊരു നിർദ്ദേശമാണ് ADGP പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലായിരിക്കണം ഈ സംഘങ്ങളൊക്കെ തന്നെയും പ്രവർത്തിക്കേണ്ടത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. സംശയമുള്ളവരെ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയമുള്ളവരെ ചോദ്യം ചെയ്യാമെന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംശയമുള്ള ഇടങ്ങളിൽ പരിശോധന നടത്താം. ബുധനാഴ്ചയ്ക്ക് മുൻപ് അറസ്റ്റ് ഉണ്ടാകണമെന്നൊരു കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ ബുധനാഴ്ചയ്ക്ക് മുൻപാണ്, അതായത് ഈ ബുധനാഴ്ചയാണ് രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്. അത്തരത്തിൽ ബുധനാഴ്ചയ്ക്ക് മുൻപേ അറസ്റ്റ് ഉണ്ടാവണം, രാഹുലിനെ കണ്ടെത്തണമെന്നൊരു കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ അതിജീവിതയ്ക്ക് നേരെ സൈബർ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അതിക്രമം നടന്നിരുന്നു. അതിൽ 5 പേർ, അതായത് 5 പ്രതികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇന്നലെ രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് 11 മണിയോടുകൂടി രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷക സംഘമായിരിക്കും രാഹുൽ ഈശ്വറിന് വേണ്ടി ഹാജരാവുക, ജാമ്യ ഹർജിയിൽ ഹാജരാവുക എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രോഹിണി. അതോടൊപ്പം തന്നെ ഈ കൊടുത്ത തെളിവുകളിൽ ഒരു ശാസ്ത്രീയ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധിച്ച ശബ്ദരേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളതാണെന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള കൃത്രിമവും ആ ശബ്ദരേഖയിൽ ഉണ്ടായിട്ടില്ല. ആ പുരുഷ ശബ്ദം രാഹുലിൻ്റെതാണെന്ന സ്ഥിരീകരണമാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന തുടരുന്നത്. ഇതുവരെ പരിശോധിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് രാഹുലിന്റെ ശബ്ദരേഖകൾ തന്നെയാണ് എന്നത് തന്നെയാണ്. ഈ ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ല എന്നൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുലിന്റെ ശബ്ദ സാമ്പിൾ എടുത്ത് പബ്ലിക് ഡൊമൈനിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യർക്കും പിടിമുറുകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഔദ്യോഗികമായ പ്രതികരണം ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നമുക്കറിയാം, ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഈ അതിജീവിതയ്ക്ക് നേരെ വരുന്നത്. അതിനെതിരെ ഒന്നും തന്നെ പ്രതികരിക്കാൻ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഈ രാഹുലിന്റെ വിഷയം വരുന്ന സമയത്ത് രോഹിണി, ഈ MLA ഉൾപ്പെടെ എന്തിനാണ് ഈ പ്രചാരണത്തിന് ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒക്കെ കൈയൊഴിഞ്ഞത് വ്യക്തിപരമായാണ്, അവിടുത്തെ MLA ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചാരണ രംഗത്ത് രാഹുൽ സജീവമായി എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുന്ന ഒരു സമീപനമാണ് നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത്. രാഹുലിനെ മാറ്റി നിർത്തിയല്ലോ എന്ന് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ കണ്ടത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരസ്യ പ്രതികരണത്തിന് ഒന്നും തന്നെ മുതിർന്ന നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. മാധ്യമങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മുതിർന്ന നേതാക്കൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിഗതിയാണ് നിലവിലുള്ളത്. എന്തായാലും സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നേതൃത്വത്തിന്റെ കടക്കേണ്ടതുണ്ട് രോഹിണി. എന്തായാലും 11 മണിയോടുകൂടി രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമെന്ന്, കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷക സംഘമാണ് രാഹുൽ ഈശ്വറിന് വേണ്ടി ഹാജരാവുക എന്നൊരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് രോഹിണി. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാതെ പോലീസ് ചില കള്ളക്കളികൾ നടത്തുന്നു എന്നുള്ള വിമർശനങ്ങൾ വന്നതാണ്. അതായത് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിൻ്റെ ഒരു വിധി എന്താകും എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം മതി എന്നുള്ള ചില നിലപാടിലേക്ക് കാര്യങ്ങൾ വലിച്ചിഴയ്ക്കുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളും വിമർശനങ്ങളും ഒക്കെ അന്നേ വന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ ഒപ്പിടുന്നതിനായി തിരുവനന്തപുരത്ത് എത്തിയിട്ട് പോലും പിടികൂടാൻ സാധിച്ചില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്ന് പോലീസ് പറയുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നു. അപ്പോൾ ഇതിലുള്ള
ഒരു നാടകം ഏത് രീതിയിൽ നമുക്ക് വിലയിരുത്താം? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജിയിൽ ഉൾപ്പെടെ ഒപ്പിടാൻ രാഹുൽ മാങ്കൂട്ടം എത്തിയിരുന്നു എന്ന കാര്യമാണ് പ്രധാനമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ വലിയ രീതിയിൽ വല വീശിയിട്ടും ഈ പോലീസിന് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിയാത്തത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും നിലവിൽ നിലനിൽക്കുന്നത്. എന്തായാലും സംരക്ഷണം നൽകുന്നു എന്ന് തന്നെ നമുക്ക് അതിൽ നിന്നും അനുമാനിക്കാൻ സാധിക്കും രോഹിണി. ഇപ്പോൾ ADGP ഇതാ ഇത്തരത്തിലൊരു കർശന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തിങ്കളാഴ്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിങ്കളാഴ്ചയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുവാനുണ്ടായത്. പിന്നീട് അത് ബുധനാഴ്ചത്തേക്ക് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. ആ ബുധനാഴ്ചയ്ക്ക് മുൻപ് തന്നെ രാഹുലിനെ പിടികൂടണം എന്നൊരു കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം ഇത്തരത്തിൽ മറ്റ് പല കേസുകളിലാണെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നിർദ്ദേശവും സംഘങ്ങളെ രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ കേസിൽ മാത്രം ഇത്ര ഒരു വൈകി, അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഈ സംഘങ്ങളെ രൂപീകരിക്കാൻ പോലും വൈകിയത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാഹുൽ എവിടെ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പാലക്കാട് തന്നെ രാഹുൽ തുടരുന്നു എന്ന് തന്നെയാണ് അനുമാനിച്ചിരുന്നത്. അതായത് പ്രധാനമായും ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഫോൺ ഇടയ്ക്ക് ഓൺ ആവുകയും പിന്നീട് ഫോൺ ഓഫാക്കുകയും ചെയ്ത് സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ താൻ ഇന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷനിൽ ഉണ്ട് എന്ന് ധരിപ്പിക്കുന്ന തരത്തിൽ രാഹുൽ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ADGP ഇത്തരത്തിലൊരു കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും അന്വേഷണം ഊർജിതമാക്കണം, അതോടൊപ്പം തന്നെ സംശയം തോന്നുന്ന വ്യക്തികളെ ചോദ്യം ചെയ്യാം, അതോടൊപ്പം അവിടെ പരിശോധന നടത്താം എന്നൊരു കർശന നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞത് രാഹുലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ്. സുഹൃത്തുക്കളെ കണ്ടെത്തേണ്ടതുണ്ട്, അതിനുവേണ്ടിയും അന്വേഷണം നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിയാത്തത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത് രോഹിണി. അതെ, അതായത് ദിസ്ന ഈ വിമർശനമൊക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷം ബുധനാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെ ബുധനാഴ്ചയ്ക്ക് മുൻപ് പിടികൂടുക എന്നുള്ളൊരു നയത്തിലേക്ക് പോലീസ് എത്തുമ്പോൾ ഇത് എന്തുകൊണ്ട് നേരത്തെ ആയില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുകയാണ്. ശരി ദിസ്നയാണ് വിശദാംശങ്ങൾ നൽകിയത്.